ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇതൊരു ട്യൂസ്ഡേ വ്ലോഗാണ് കേട്ടോ. നമ്മുടെ കർക്കിടക വാവിന്റെ തലേ ദിവസമാണ് ഇതെന്നാ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചെന്നേ ഉള്ളൂ. അപ്പം രാവിലെ തന്നെ എണീറ്റു. നമ്മുടെ ആസ് യൂഷ്വൽ പരിപാടിയാണ്. രാവിലെ തന്നെ എണീറ്റു. അപ്പൊ ചേട്ടനൊന്ന് ഓഫീസിൽ പോകണം. സോ കുറിയൊക്കെ തൊട്ടു, ഒന്ന് പ്രാർത്ഥിച്ചു. കൊക്കോ കുഞ്ഞിനും കുറിയൊക്കെ തൊട്ട് കൊടുത്തു. എന്നിട്ട് നേരെ നമ്മൾ കിച്ചണിലോട്ടാണ് പോയത്. കിച്ചണിൽ പോയി ജനലും നമ്മുടെ വാതിലുകളും എല്ലാം തുറന്നിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മുടെ രാവിലത്തെ പരിപാടികൾ തുടങ്ങും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ചേട്ടൻ ഓഫീസിൽ പോകേണ്ട ദിവസം നമുക്ക് വേറെ പരിപാടിക്കൊന്നും നമുക്ക് ടൈമില്ല. ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കണം, ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനെ കുറച്ച് ബിസി ആയിട്ടുള്ള ഭയങ്കര ഹറിബറി ആയിട്ടുള്ള ടൈമാണ്. അപ്പോൾ ഓൾറെഡി 7 മണി കഴിഞ്ഞു. അങ്ങനെ ഞാൻ നേരത്തെ കിച്ചണിലേക്ക് കയറി നമ്മുടെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ചേട്ടൻ്റെ ഓഫീസിൽ കൊടുത്തിട്ടുള്ള ലഞ്ചിൻ്റെയും പരിപാടികളൊക്കെ നോക്കുകയാണ്. അപ്പൊ ഞാൻ ഓൾറെഡി ലേറ്റായി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ പെട്ടെന്നൊരു ഈസി ബീസി കുക്കർ ബിരിയാണി വെച്ച് കൊടുക്കാം. അതാകുമ്പോൾ ചേട്ടനും ഹാപ്പി ആവും, എനിക്കും കുക്കിംഗ് എളുപ്പമാണ്. എനിക്കൊന്നൊരു 15 to 20 മിനിറ്റ്സിനകം പരിപാടി കഴിയും. അപ്പം ഞാൻ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള സവോള എല്ലാം പൊളിച്ച് ചിക്കനൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഐസ് പോകാനായിട്ട്. അപ്പം അതിനുശേഷം പെട്ടെന്ന് ഐസൊക്കെ കളഞ്ഞിട്ട് കുറച്ച് സോൾട്ടും വിനീഗറും വെച്ചിട്ട് ഞാൻ ചിക്കൻ ഒന്ന് കഴുകാനായിട്ടൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പം അതിന്റെ ബ്ലഡ് സ്റ്റെയിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പോകും. പിന്നെ നമ്മൾ നേരെ സവോള എല്ലാം കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ സവോള എല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ്. കാര്യം എനിക്ക് കുക്കിംഗ് കഴിഞ്ഞിട്ട് ഇന്ന് ഒരുപാട് പരിപാടികളുണ്ട്. കാര്യം നമുക്ക് നാളെ വാവായതുകൊണ്ട് നമ്മുടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നീറ്റാക്കി ഇടാറുണ്ട്, കുറച്ച് അടുക്കി പറക്കി വെക്കാനും. പിന്നെ ഓണം അല്ലേ വരുന്നേ, നമുക്ക് ഇനിയിപ്പം അടുത്ത മൺഡേ ആകുമ്പോഴത്തേക്കും നമ്മുടെ ചിങ്ങം 1-ാം തീയതി ആവും. അപ്പം എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട എല്ലാ വീട്ടിലും ഈ ആടിയറുതി പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഓൾറെഡി വീടിന്റെ ഒരു സൈഡിനെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഹാളിൽ ഒരുവിധം കഴിഞ്ഞു. കിച്ചൺ ഏകദേശം 1-2 റാക്ക് ഒഴിച്ച് ബാക്കി എല്ലാം കിച്ചണും ഞാൻ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തതിന്റെ ഡീപ് ക്ലീനിങ് കിച്ചണിലെയും ഹോളിലെയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ടൈം കൊണ്ട് തന്നെ ഞാൻ ബിരിയാണിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടിയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ ഒക്കെ ഒന്ന് പ്യൂരി ആക്കി. എനിക്ക് കൂടുതലും ടൊമാറ്റോ ഇങ്ങനെ ഒന്നെങ്കിൽ പേസ്റ്റ് ആക്കി ഇടുന്നതാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് മസാല കഴിഞ്ഞപ്പോൾ മസാലയൊക്കെ പൊട്ടിച്ചിട്ട് പെട്ടെന്ന് തന്നെ എന്ന് വെച്ചാൽ ഭയങ്കര സ്പീഡിലാണ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇത്രയും സ്പീഡില്ല. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ സാലഡിന് വേണ്ടിയിട്ടുള്ള പരിപാടികളും വെജിറ്റബിൾസും എല്ലാം ആയിരുന്നു. സാലഡും ഒക്കെ ആക്കിയിട്ട് ലഞ്ച് കൊണ്ടുപോകാനുള്ളതെല്ലാം പ്രിപ്പയർ ചെയ്ത് ശരിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടിയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ബനാന സോട്ട് ചെയ്തതും എഗ് ബുൾസയും ആണ്. അപ്പം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കൊക്കോ കുഞ്ഞിനെ നമ്മൾ പോട്ടി സൂസു കാര്യത്തിനൊക്കെ ആയിട്ട് നമ്മൾ ടെറസിൽ കൊണ്ടുവന്നു. അപ്പം നമ്മളവിടെ ടെറസിൽ ഒരു ഗണപതി വെച്ചിട്ടുണ്ട്. കാര്യം ഓപ്പോസിറ്റ് ടെമ്പിൾ അല്ലേ. അപ്പം ഗണപതി കുട്ടനെയൊക്കെ ഒന്ന് നോക്കി പിന്നെ കുറച്ചു നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. ഞങ്ങൾ ആ ടൈം കൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു കേട്ടോ. ഞങ്ങളും കഴിച്ചു, കൊക്കോയ്ക്കും കൊടുത്തു. എന്നിട്ടാണ് ഞങ്ങൾ ടെറസിലോട്ട് വന്നത്. പിന്നെ ഇവിടെ വരപ്പോൾ അവനെ നമ്മൾ വെപ്രാളം പിടിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോൾ കൊക്കോ പിന്നെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പ്രവർത്തിക്കുന്നത്. അവനെന്താണ്ട് നമ്മൾ പോവാന്നും പറഞ്ഞ് വിളിക്കുമ്പം അവൻ വരത്തില്ല. അവൻ അവിടെ കളിച്ച് നിൽക്കുകയാണ്. എത്ര വിളിച്ചാലും വരത്തില്ല. അവനൊരു രസമാണ്. അപ്പൊ എനിക്കും കണ്ടിട്ട് ചിരിയും വരും. നിൽക്കണം നിപ്പുണ്ട്. അവൻ തന്നെത്താനെ അവന്റെ ലീഷ് കടിച്ചു പിടിച്ചിട്ട് വരാതിരിക്കാനുള്ള പരിപാടിയാണ്. നോക്കണുണ്ടോ ഞാൻ, എനിക്ക് ചിരിയും വരും അവനെ കാണുമ്പോൾ. അപ്പൊ ഞാൻ അവനെ കിടന്ന് വിളിച്ചോണ്ടേ ഇരിക്കുക. ആ മോനെ വിളിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വരും കേട്ടോ. അപ്പൊ നമ്മൾ അവന്റെ ലീഷിൽ പിടിച്ച് വലിച്ച് അവനെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി അവന്റെ ലീഷ് കടിച്ചു പിടിച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ. വായിൽ അത് വിടാതെ പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അത് താഴെ വീണ നമ്മൾ എടുത്താലോ എന്നുള്ള ഒരു ടെൻഷനാണ് അവന്. അങ്ങനെ ഇവിടം വരെ വരും. അവന് സ്റ്റെപ്പ് ഇറങ്ങാൻ അറിയത്തില്ല. അല്ലെങ്കിൽ നമ്മളെ കൂടെ ഇറങ്ങി വന്നേനെ. താനെ ഇറങ്ങാൻ അറിയത്തില്ല. ഇവിടം വരെ ഇറങ്ങാനേ അറിയുള്ളൂ അവന്. കയറാൻ ഇറങ്ങാൻ. ഇതിന് ഒരുപാട് വീഡിയോസിൽ ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു ബാ പോവാന്നൊക്കെ വിളിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോയെന്ന് പറഞ്ഞ് ഞാൻ ഒളിച്ചു നിന്നു കേട്ടോ. ഒളിച്ചു നിന്നിട്ടൊന്നും ഒരു രക്ഷയില്ല, അവനെ കാണുന്നില്ല. അങ്ങനെ എനിക്കൊരു ഡൗട്ട് തോന്നി നോക്കിയപ്പോൾ ഞാൻ ഒളിച്ചു നിൽക്കുന്നത് അവൻ മേളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കണം. അപ്പൊ ഇവന്റെ ബുദ്ധി എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഇവിടെ ഒളിച്ച് അവനെ പറ്റിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവൻ എന്നെ പറ്റിച്ചിട്ട് എന്നെ മേളിൽ നിന്ന് കാണുകയാണ്. അപ്പൊ ആ ടൈം കൊണ്ട് ചേട്ടൻ ഓഫീസിൽ പോകാൻ റെഡി ആയിട്ടൊക്കെ ഇറങ്ങി. അങ്ങനെ ഞാൻ ചേട്ടന്റെ ബാഗും എടുത്ത് ഇവനെ എടുത്ത് താഴോട്ട് പോവാണ്. കാര്യം എന്ന് വെച്ചാൽ ചേട്ടൻ അല്ലെങ്കിൽ ബാഗ് എടുക്കാൻ മറന്നു. അപ്പൊ വീണ്ടും നമ്മൾ സ്റ്റെപ്പ് കയറി വരണ്ടേ എന്നും പറഞ്ഞിട്ട് ഇവൻ ഇങ്ങനെയാണ്. കൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവനുണ്ടെങ്കിൽ നമുക്ക് ടൈം പോകുന്നത് അറിയത്തില്ല. ആ ചാട്ടം കണ്ടോ, താഴെ പോയി അച്ഛനും അമ്മേനെയൊക്കെ കാണാനുള്ള ഒരു ചാട്ടവും ബഹളവും അവന്റെ സന്തോഷവും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. കാര്യം ഇന്നലെ രാവിലെ പോയപ്പോൾ അവരവിടെ ഇല്ലായിരുന്നു. അങ്ങനെ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. നമ്മൾ താഴെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഹാപ്പിയും ഭയങ്കര എക്സൈറ്റഡും ആയിട്ട് ഇങ്ങനെ തുള്ളിച്ചാടി റബ്ബർ പന്ത് പോകുന്ന നമുക്ക് വരുന്നുണ്ട്. റബ്ബർ പന്ത് ഇത് ഇപ്പൊ ഈ വാശി പിടിക്കുക എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ലീഷ് നമ്മൾ ടെറസിൽ പോയപ്പോൾ അവൻ തന്നെ കടിച്ചു പിടിച്ചുകൊണ്ട് വന്നില്ലേ, അതേ കണക്ക് വരണം. അപ്പം നമുക്ക് ഇപ്പം ഈ കാണുന്ന നിങ്ങൾക്ക് വഴി കാണുമ്പോൾ അറിയാം ഭയങ്കര കൺജസ്റ്റഡ് വഴിയാണ്. നമ്മൾ ഇതിനകത്ത് ഗേറ്റ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല.
അപ്പം ഇത് നമ്മളെ കോമൺ വഴിയല്ലേ. അപ്പൊ ഇവന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ റോഡാണ്, നമ്മുടെ ശംഖുമുഖം റൂട്ട് പോകുന്ന മെയിൻ റോഡാണ്. അപ്പൊ ഇവൻ ഇറങ്ങി ഓടും. ഇവനറിയില്ല റോഡിലോട്ട് പോകാൻ പാടില്ല, വണ്ടി വരും എന്നുള്ളതൊന്നും അവനറിയില്ല. മെയിൻ റോഡും കൂടെ അല്ലേ. അപ്പൊ ഇറങ്ങി ഓടി എന്തെങ്കിലും കണ്ട് നിങ്ങൾക്ക് പോയി വണ്ടികൾ പോകുമ്പോൾ തന്നെ കാണാം. അപ്പം അങ്ങനെ ചേട്ടനും പോയി, ഞങ്ങൾ അവനെ താഴെ കൊണ്ട് കെട്ടിയിട്ട് ഞാൻ തിരിച്ചു വന്നു. കുറച്ചു നേരം അവിടെ വന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ താണ്ടെ കയറി മേളിൽ വന്നു. അപ്പൊ മേളിൽ വരുമ്പോൾ അവനറിയാം, അവൻ നേരെ കൈയും കാലും കഴുകാനായിട്ട് അങ്ങ് പോകും. അവന്റെ കൈയും കാലും ഞാൻ എപ്പോഴും പുറത്ത് നമ്മൾ മേളിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ കൈയും കാലും കഴുകിയിട്ടേ അവനെ കൊണ്ട് കിടത്തത്തുള്ളൂ. അപ്പൊ അവനത് അറിയാവുന്നതുകൊണ്ട് അവനിപ്പോൾ അതൊരു റുട്ടീനായിട്ട് നേരെ വന്ന ഉടനെ ബാത്റൂമിൽ പോയി കൈയും കാലും കഴുകിയിട്ട് തിരിച്ചു വന്ന് അവൻ്റെ പ്ലേസിലിരിക്കും. പിന്നെ എനിക്ക് എൻ്റെ രാവിലത്തെ പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്ലീനിങ് ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗാർഡനിങ് പരിപാടികളുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ പൂ പിടിച്ചിട്ട് വന്ന ചെറിയ സ്റ്റെംസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പുതിയ പുതിയ തളിരിയുള്ള ഇലകളൊക്കെ വരുമല്ലോ. അപ്പം തുളസിയുടേതും ഇതൊക്കെ അങ്ങനെ ടൈം കിട്ടുമ്പോൾ ഒക്കേഷണലി ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഞാനൊരു ബുദ്ധയുടെ ഒരു ചെറിയൊരു പ്ലാന്റർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ പുറത്തു പോയപ്പം. അപ്പൊ അതിനകത്ത് ഞാൻ മറ്റേ ഗോൾഡൻ പോത്തോസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വെക്കുന്നത്. ഇത് ബുദ്ധയുടെ അകത്ത് ഓൾറെഡി അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു പോട്ടാണ് കേട്ടോ. അപ്പൊ അതിനകത്ത് ഞാൻ അത് വെക്കുന്നുണ്ട്. എല്ലാം ക്ലീൻ ചെയ്ത് നട്ടാ നനയ്ക്കണമെന്നല്ലേ പറയുന്നത്. അപ്പം അത് നട്ട് വെച്ചിട്ട് നനയ്ക്കുന്നുണ്ട്. നനച്ചിട്ട് എല്ലാം സെറ്റാക്കി തുടച്ച് വൈറ്റ് കളറാണ് പഴുക്കാവാതിരിക്കാൻ വേണ്ടി മണ്ണെല്ലാം തുടച്ച് കളഞ്ഞിട്ട് അതിനകത്ത് അതും സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബുദ്ധയുടെ പ്ലാന്ററൊക്കെ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിന്റെ മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോളിന്റെ ഡീപ് ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ടും നാളെ വാവായന്റെ ഭാഗമായിട്ടും നമ്മുടെ വിളക്ക്, കിണ്ടി, അതിന്റെ താലം, തട്ടം, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് എല്ലാത്തിന്റെയും പേര് പറ. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പൊ എന്റെ കയ്യിൽ 2 സെറ്റ് ഓഫ് വിളക്ക്, 2 സൈസ് ഉണ്ട്. അപ്പൊ അതെല്ലാം ക്ലീൻ ചെയ്ത് നീറ്റാക്കി വെക്കണം. അപ്പൊ ഞാൻ എങ്ങനെയാ ക്ലീൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നാരങ്ങ നീരും നമ്മുടെ വിം ലിക്വിഡോ ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് അത് കണ്ടാൽ തന്നെ അറിയാം കേട്ടോ, ഇങ്ങനെ കളർ പിടിച്ചിരിക്കുന്ന സാധനം. ഇവിടെ ഇപ്പൊ നമ്മൾ സീസൈഡ് ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ എത്ര വൃത്തിയാക്കി വെച്ചാലും 2 ദിവസം കഴിയുമ്പോൾ കളർ ഇങ്ങനെ ചേഞ്ച് ആവാറുണ്ട്. അപ്പൊ ഞാനത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എല്ലാം വിളക്കുകളെല്ലാം തുടച്ച് വൃത്തിയാക്കിയൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബർ ആണെങ്കിലും അടിയിലിട്ടിരിക്കുന്ന ടവലാണെങ്കിലും ഈ തുടയ്ക്കുന്ന ടവലാണെങ്കിലും ഇതിനു വേണ്ടി മാത്രം നമ്മളെ വിളക്കും, കിണ്ടി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന സ്ക്രബ്ബറാണ് കേട്ടോ. അല്ല നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്നതോ കിച്ചണിൽ കുക്ക് ചെയ്യുന്നതായിട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. അങ്ങനെ നമ്മുടെ വിളക്കും കിണ്ടി എല്ലാം റെഡിയാക്കി തേച്ച് കഴുകി ഉണക്കാനായിട്ട് ഒന്ന് തുണിയിട്ട് തുടച്ചെങ്കിലും ഒന്ന് എയർ കൊണ്ട് ഉണങ്ങട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും തന്നെ എനിക്ക് നല്ല ദാഹിച്ചോട്ടോ. ഏകദേശം ഒരു 11-11:30 മണിയായി. അപ്പോൾ എനിക്ക് നല്ല ദാഹിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഓൾറെഡി ഒരു ലെമൺ ജ്യൂസിന്റെ ഫാൻ അല്ല, പക്ഷെ എനിക്ക് എന്തോ ലെമൺ ജ്യൂസ് കുടിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ ഒരു തണുത്ത ലെമൺ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചു. കാര്യം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോഴത്തേക്കും എനിക്ക് മീഷോയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഡെലിവറി ബോയ് വിളിച്ചു. അപ്പോൾ ഞാൻ ഡെലിവറി വാങ്ങാനായിട്ട് പോയതാണ്. അപ്പം ഞാൻ പോകുമ്പം ഞാൻ എവിടെ പോയാലും കൊക്കോയെ കൊണ്ടുപോകണം. അതാണ് അവന്റെ പ്രശ്നം. എനിക്ക് ആ വാതിൽ വരെ അവൻ പെർമിഷൻ തന്നിട്ടുണ്ട്. ഇത് മീഷോയിൽ നിന്ന് സാധനം വാങ്ങാൻ മാത്രമാണ് പുള്ളിക്കാരൻ എനിക്ക് പെർമിഷൻ തന്നിട്ടുള്ളത്. മീഷോയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ കരയത്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചാലും അവനെ കാണിച്ചു കൊടുക്കണം. അങ്ങനെ അവനത് കാണിച്ചു കൊടുത്ത് 2 ഉമ്മയൊക്കെ കൊടുത്ത് എല്ലാം നമ്മൾ കാണിച്ചു കൊടുത്ത ആൾ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ അവനെയും കൂടെ നമ്മുടെ കൂട്ടത്തിൽ ഇൻവോൾവ് ആക്കുന്നു എന്ന് അവന് തോന്നുമ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആവും. അങ്ങനെ നമ്മൾ ആ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് വീട് ബാക്കിയുള്ള കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറാലൊക്കെ ഒന്ന് തട്ടാനുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ഹോള് ഒരു വട്ടം ഡീപ് ക്ലീൻ ചെയ്തതാണ്. പക്ഷെ അന്ന് വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ഫോട്ടോസ് ക്ലീൻ ചെയ്യുന്നതും ഈ വിളക്കും എൻ്റെ ഒരു കുഞ്ഞി കൃഷ്ണനെ വെക്കുന്ന സ്റ്റാൻഡും ഒക്കെ ക്ലീൻ ചെയ്യുന്ന കാര്യം ഞാനൊന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും നമ്മൾ ഇന്ന് വിളക്കൊക്കെ തേച്ച് വെക്കുകയല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. എൻ്റെ ഒരു പഴയ ഞാൻ ഇതിനു മുമ്പും കാണിച്ചിട്ടുണ്ട്, ഒരു പെയിന്റ് ബ്രഷ് ഉണ്ട്. ആ പെയിന്റ് ബ്രഷ് വെച്ചിട്ട് എല്ലാ പൊടികളും തട്ടി, ഫോട്ടോസിലെ പൊടികളും ഒക്കെ ഞാൻ തട്ടി വൃത്തിയാക്കി വെക്കുന്നുണ്ട്. കാര്യം ഇനിയിപ്പം അധികം സമയം നമുക്കില്ല. അപ്പം ഞാൻ കൂടുതലും എൻ്റെ ഡീപ് ക്ലീൻസിങ് ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു ഡേ നമ്മുടെ ഹോളിന്റെ പകുതി ഭാഗം ക്ലീൻ ചെയ്യും, അടുത്ത ദിവസം നമ്മൾ ബാക്കിയുള്ള സൈഡ് ഞാൻ ക്ലീൻ ചെയ്യും. അതേ കണക്ക് തന്നെ അടുത്ത നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് എനിക്ക് കിച്ചണിലെ ഒരു സൈഡ് റാക്ക് ക്ലീൻ ചെയ്യാം, അതിനുശേഷം വേറൊരു സൈഡ് റാക്ക്. അങ്ങനെ ഞാൻ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, കാര്യം ഒറ്റയടിക്ക് വീട് കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്തെടുക്കുക, അതും ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. പിന്നെ ഓൾറെഡി ഇവിടെ അധികം
പൊടിയോ അഴുക്കും വരത്തില്ല. എല്ലാ വീടുകളെയും കണക്ക് തന്നെയാണ്. ഞാനൊരു 2 months കൂടുമ്പോൾ നമ്മളെ വീടൊന്ന് ടോട്ടലി, മാക്സിമം 3 months കൂടുമ്പം നമ്മുടെ വീട് ടോട്ടലി ഇതേപോലെ ഞാൻ ഡീപ് ക്ലീൻ ചെയ്യുന്ന പതിവ് എനിക്കുണ്ട്. അപ്പം അതുകൊണ്ട് വലിയ പൊടിയോ അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പം നമ്മുടെ വീടൊക്കെ ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ് ആക്കുമ്പം നമുക്ക് 2 ഗുണങ്ങളാണ്. ഒന്ന്, വിശ്വാസം. അങ്ങനെ ഒരു കസ്റ്റം ഉണ്ടെന്ന് നമ്മൾ കുഞ്ഞിലെ പഠിച്ചു വന്നു. നമ്മൾ ഓണം സമയമാകുമ്പോഴത്തേക്ക് നമ്മളെ വീടും പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടുമ്പം ഓണത്തിന് നമ്മൾ വരവേൽക്കുന്നു, റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഫീലും ഉണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ ഓണം, അങ്ങനത്തെ വിഷു ഇതുപോലത്തെ വിശേഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ വീട് ക്ലീൻ ചെയ്തിടുന്നപ്പം നമ്മുടെ പരിസരവും നമ്മുടെ വീടും ക്ലീൻ ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഹെൽത്തി ആവും. നമ്മൾ ഓൾറെഡി ഹെൽത്തി ആണെങ്കിൽ നമ്മുടെ മൈൻഡ് കുറച്ചുകൂടെ ക്ലിയർ ആവും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. അപ്പൊ എപ്പോഴും നമ്മളെ വീടിങ്ങനെ വല്ലപ്പോഴും ഒക്കെ നമ്മളിങ്ങനെ ഡീപ് ക്ലീൻ ചെയ്തിടുമ്പോഴത്തേക്ക് നമുക്ക് കുറെ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കുറഞ്ഞ് വീടും കാണാൻ നല്ല ഭംഗിയിൽ വൃത്തിയായിട്ട് കിടക്കും. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ പൊടികളും മാറാലകളും എല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ട് ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് അതൊന്ന് തൂത്ത് വൃത്തിയാക്കി ഞാൻ എടുക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഒന്ന് തൂത്ത് എല്ലാം വൃത്തിയാക്കി ഇടാം. ഇപ്പൊ എന്തായാലും തറ തുടയ്ക്കുന്നില്ല. കാര്യം വീണ്ടും പൊടികൾ ഇങ്ങനെ, നമ്മൾ റോഡ് സൈഡും കൂടെ ആയതുകൊണ്ട് പൊടികൾ ഇങ്ങനെ പറന്ന് വന്നുകൊണ്ടേയിരിക്കും. ഒന്നാമത് ക്ലൈമറ്റ് എപ്പോഴാണ് മാറുന്നതെന്ന് അറിയത്തില്ല. കഴിഞ്ഞ സാറ്റർഡേ വരെ ഇവിടെ നല്ല മഴയായിരുന്നു. സൺഡേ വരെ നല്ല മഴയായിരുന്നു കേട്ടോ. മൺഡേ വലിയ പ്രശ്നമില്ല. അങ്ങനെ ഞാൻ ആ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചണിൽ ഒരു റാക്കും കൂടെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. നമ്മുടെ കട്ട്ലറിയുടെ കബോർഡ് അത് ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം. നിറയെ സ്പൂൺസും സെക്ഷനായിട്ട് സ്പൂൺസ്, ഫോർക്ക്, സ്പൂണ് തന്നെ നമ്മുടെ പല ടൈപ്പ് സ്പൂൺസ്, പിന്നെ നമ്മുടെ തവികൾ, സ്പാച്ചുലകൾ, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ഞാൻ ക്ലീൻ ചെയ്യുന്നത്, നമ്മളെല്ലാം ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പൊ കുറച്ച് സാധനങ്ങൾ മതി നമുക്ക്. അപ്പൊ ഞാൻ ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നല്ല വെട്ടി തിളപ്പിച്ചിട്ട് അതിൽ കുറേ നേരം ഇത് മുക്കി വെച്ചിട്ട് നന്നായിട്ട് തുടച്ച് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ടൗലിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് വെക്കാറാണ് ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം ആ സോക്കാകാൻ വെക്കുന്ന ഇത് 2 ട്രിപ്പിട്ടേ സോക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. കാര്യം അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പം ഞാൻ ആ ടൈം കൊണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കട്ട്ലറിയുടെ ഈ ട്രേ ഉണ്ട്. ഈ ട്രേ ഇതാണ് നമ്മൾ ഓൾറെഡി കിച്ചൺ പണിഞ്ഞപ്പോഴേ ഉള്ളതാണ് കേട്ടോ. കിച്ചൺ പണിയപ്പോഴേ എനിക്കുള്ള ഭയങ്കര നിർബന്ധമായിരുന്നു, ഈ സാധനം മസ്റ്റായിട്ട് എനിക്ക് വേണം. ഈ കിച്ചൺ കംപ്ലീറ്റ്ലി എൻ്റെ ഒരു ഐഡിയയിൽ മാത്രമായിട്ട് എൻ്റെ അച്ഛനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഈ കട്ട്ലറി യൂണിറ്റ് വേണം, എനിക്ക് എല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ട്രേ ഒക്കെ ക്ലീൻ ചെയ്ത് തിരിച്ചെടുത്ത് വെച്ചിട്ട് ഈ കട്ട്ലറിയിൽ ഓരോരോ സ്പൂൺസും ഫോർക്കും എല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ നല്ലൊരു ക്ലീൻ കോട്ടൺ തുണിയിട്ട് നല്ലൊരു തുടച്ച് ക്ലീൻ ആക്കി അതേ കണക്ക് എല്ലാം സെഗ്മെന്റ് ആക്കി. അങ്ങനെ നമ്മുടെ കിച്ചണിൽ പെൻഡിങ് ആയിട്ടുള്ള ആ ഒരു വർക്കും കൂടെ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് തന്നെ 1 മണിയായി കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് നേരത്തേക്ക് ഞാൻ വിചാരിച്ചു ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഒന്ന് പയ്യെ ചെയ്ത് തുടങ്ങാമെന്നും പറഞ്ഞ് ഞാൻ കുറച്ച് നേരത്തേക്ക് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഞാനിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ടൈം പോയത് അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും 1 മണിയായി. അപ്പോഴത്തേക്ക് ഞാൻ നല്ല ടയർഡായി. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാമെന്നും പറഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ചു. എന്നിട്ടൊരു 3-3:15 ആയപ്പോഴത്തേക്ക് എണീറ്റു. നമ്മുടെ കൊക്കോയെ ഷൂ ഒഴിക്കാൻ കൊണ്ടുപോകണം, അവൻ്റെ സൂസു പരിപാടിക്ക് കൊണ്ടുപോകണേണ് കേട്ടോ. നമ്മൾ മോനെ ഷൂ ഒഴിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ വന്ന് ബാത്റൂമിൽ വന്ന് ഷൂ ഒഴിച്ചിട്ട് തിരിച്ചു വരും. അതെന്തോ എങ്ങനെ പറ്റിയെന്ന് എനിക്കറിയാം. കുറേ ട്രെയിൻ ചെയ്തിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ അവനും പെട്ടെന്ന് തന്നെ ലഞ്ച് കൊടുക്കാം. എന്നിട്ട് 3 മണി 4 മണി സമയത്താണ് നമ്മൾ ലഞ്ച് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് ഫുഡ് കുറച്ചേ കഴിച്ചുള്ളൂ രാവിലെ. അപ്പൊ ഞാൻ വെച്ച് നേരത്തെ തന്നെ ലഞ്ച് കൊടുക്കാന്ന്. അങ്ങനെ അവനുള്ള ലഞ്ചൊക്കെ എടുക്കുന്നുണ്ട്. ഇത് അവന്റെ ചിക്കൻ നമ്മൾ അവന് വേണ്ടി ചിക്കൻ വാങ്ങിച്ച് അവന്റെ രീതിക്ക് നമ്മൾ കഴിക്കുന്ന കുറെ ഫുഡൊന്നും അവന് കൊടുത്തുവിടും. അവൻ ടോക്സിക് ആണ്. അപ്പം അവന്റെ രീതിക്ക് നമ്മൾ കുക്ക് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. അപ്പൊ അതിൽ നിന്ന് ചിക്കനും നമ്മുടെ റൈസും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് നമ്മൾ രാവിലെ ഒതുക്കി നമ്മൾ കട്ട്ലറി സെറ്റ് എല്ലാം തുടച്ച് വൃത്തിയാക്കി അതാത് സ്ഥാനത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് കണ്ടില്ല, എല്ലാം ഞുണുക്ക് കുഞ്ഞു സാധനങ്ങളാണ്, ഇച്ചിരി പാടാണ്. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കൊക്കോയ്ക്ക് ഫുഡ് കൊടുക്കാനായിട്ട് കണ്ടുവരികയാണ്. ആദ്യമേ കുറേ സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്. കുറച്ച് വാരി കൊടുത്ത് നമ്മൾ കുറച്ച് നേരം സമയം എടുക്കും അവനെ ഒന്ന് ഓക്കെ ആക്കി എടുക്കാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാവിലെ ഒരു ട്രിപ്പ് വീട് മൊത്തത്തിൽ തൂത്തിട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും പൊടി ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ റോഡ് സൈഡ് ആയതുകൊണ്ട് നല്ല പൊടി കയറും. അപ്പോൾ ഒരു ട്രിപ്പും കൂടെ ഒന്ന് തൂത്ത് തുടച്ച് നല്ല ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. കാര്യം നാളെ വാവല്ലേ, ഇനി നാളെ രാവിലെ എണീറ്റ് വീണ്ടും തുടയ്ക്കാന്ന് പറഞ്ഞ ടാസ്ക് പിടിച്ച പരിപാടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകുന്നേരം തുടച്ചിട്ട് കഴിഞ്ഞാൽ നാളെ രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുമെന്നും പറഞ്ഞ് വീട് കംപ്ലീറ്റ് തൂത്ത് തുടച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ട്രിപ്പും കൂടെ തൂത്ത് തുടച്ചു വൃത്തിയാക്കിയൊക്കെ ഇട്ടപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ റൂം ഇനിയിപ്പോൾ എൻ്റെ ഓണം ഒരുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബെഡ്റൂം ഒന്ന് ക്ലീൻ ചെയ്യണം. കാര്യം ബെഡ്റൂം ക്ലീൻ ചെയ്യുന്നത് വെച്ചിട്ട് ടാസ്ക്കാണ്. എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല. കാര്യം 2 ബെഡ്റൂമിൻ്റെ വലുപ്പമാണ് നമ്മുടെ ഒറ്റ ബെഡ്റൂമിന്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ബെഡ് ഒരു മൂലയ്ക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ അറ്റത്താണ് കിടക്കുന്നത്. ഭയങ്കര പാടാണ്. അപ്പോൾ ചേട്ടനും കൂടെ വന്നിട്ടേ ഒതുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്കും തന്നെ സമയം 5:55 ആയി. അങ്ങനെ നമ്മൾ ഒരു ദിവസം
കഴിയാറായിരിക്കുന്നു. അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടല്ലോ, നമ്മൾ രാവിലെ കഴുകി ഉണങ്ങാൻ വെച്ചിരുന്ന നമ്മുടെ വിളക്കും കിണ്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി പറക്കി എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത്, വിളക്കൊക്കെ വെച്ചാൽ കുറച്ച് വലിയ വിളക്കാണ്, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് അത് കഴുകി തേച്ചെടുക്കാൻ തന്നെ പറ്റത്തില്ല. അപ്പം ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഇളക്കി പീസ് ആക്കി അങ്ങനെ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അപ്പം അതൊക്കെ പീസ് ആക്കി എല്ലാം എടുത്ത് അതെല്ലാം തിരിച്ച് റീഫിറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് നാളത്തേക്ക് കത്തിക്കാൻ വേണം, പിന്നെ ചിങ്ങ 1-ാം തീയതിയിലൊക്കെ കത്തിക്കാൻ വേണം. അതുകൊണ്ട് ഞാൻ തൽക്കാലം എടുത്ത് സ്റ്റാൻഡിലോട്ട് വെക്കുന്നില്ല, തൽക്കാലം നമ്മുടെ പ്രേയിങ് ടേബിളിൽ തന്നെ വെക്കാമെന്നും പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മഞ്ചാടി ഒന്ന് ഉണങ്ങാനുണ്ട് കേട്ടോ മൊത്തത്തിൽ. അപ്പം മഞ്ചാടി അത് കണക്ക് തന്നെ ഞാൻ താലത്തിൽ തന്നെ വെച്ചു. പിന്നെ ഇത് നമ്മുടെ ഹരിചന്ദനമാണ്. ഇതിന് മുമ്പ് ഒരു വീഡിയോക്കകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അമ്മ ഗുരുവായൂർ പോയപ്പം ഞാൻ അമ്മയടുത്ത് പറഞ്ഞ് വിട്ട് വാങ്ങിപ്പിച്ചതാണ്. ഗുരുവായൂർ എനിക്ക് ഒരു ക്രീമി ടെക്സ്ചറാണ് കേട്ടോ. ഇത് കട്ടിയാവത്തില്ല, നമുക്കിങ്ങനെ ഡയറക്റ്റ് എടുത്ത് നെറ്റിൽ തൊടാൻ പറ്റും. പിന്നെ ഇത് നമ്മുടെ ഗംഗാ ജലമാണ്. ഇതാണ് അമ്മ എനിക്ക് അവിടെ നിന്ന് കൊണ്ട് തന്നെയാണ്. ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു കൃഷ്ണന്റെ ഇത് കബോർഡിന്റെ കാര്യം പണി നടക്കുന്നുണ്ടെന്ന്. അപ്പൊ ഇതൊക്കെ ഞാനിങ്ങനെ ഓരോരോ അമ്പലങ്ങളിൽ പോപ്പം കളക്ട് ചെയ്യുന്നതാണ് കേട്ടോ. ആ ബുദ്ധയും ഈ കാമധേനും ഒഴിച്ച് ബാക്കി അത് രണ്ട് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. കണ്ടോ, ഇത് അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ എൻ്റെ ഹോബിയാണ്. എല്ലാ ചന്ദനങ്ങളും പ്രസാദങ്ങളും ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്ത് വയ്ക്കാറുണ്ട്. അങ്ങനെ ആ പരിപാടികളും കൂടെ എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും കഴിഞ്ഞു. അപ്പോൾ ചേട്ടനും വരാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് നമുക്കൊന്ന് ജിമ്മിൽ പോയിട്ട് വരാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ദിവസം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്